കോടതി വിധിയെ മാനിക്കുന്നുവെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു പറഞ്ഞു. നമ്മളൊക്കെ കോടതിയെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നതിനെ പറ്റി കൂടുതൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അതും ഞാനിപ്പോൾ തൽക്കാലം കമൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു കീഴ്ക്കോടതി വിധി വന്നു, ആ വിധിയെ നമ്മൾ മാനിക്കുക. അതിന് ഈ സൈബർ ആക്രമണം എന്നൊക്കെ പറയുന്നത് ഒന്നും ഒരു നല്ല രീതിയല്ല എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, എവിടാണെങ്കിലും. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അപ്പീലിന് പോവുകയെന്നത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ നിലപാടാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഈ കുറ്റക്കാരെ തുണച്ചവരാരാണ്? അവരെന്തുകൊണ്ട് വെറുതെ പോകുന്നു? നിയമത്തിൻ്റെ ഈ കൊറ്റി എന്തുകൊണ്ടാണ് വൻ മീനുകളെ വെറുതെ വിടുകയും ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കുക ചെയ്തതെന്ന് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ പലതും ബാക്കിയുണ്ടാകും. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അപ്പീലിന് പോവുകയെന്നത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണെന്നും ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് പറഞ്ഞു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് പ്രതികരിച്ചത്. ആ നിലയിലായിരുന്നു ശിക്ഷ വേണ്ടിയിരുന്നത്. പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായത് നീചമായ പ്രവൃത്തിയാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. ഇക്കാര്യത്തിൽ പരമാവധി ശിക്ഷ കിട്ടണമെന്നുള്ളത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ മുഴുവൻ ആഗ്രഹമായിരുന്നു. പരമാവധി ശിക്ഷ ലഭിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു. ഇതിൽ കൂടുതൽ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. കാരണം അത്ര നീചമായ നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇതിനേക്കാൾ വലിയ ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.